Hi friends, Assalamualaikum. Welcome back SHANSHABI recipes. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് ഇനാബിൾ ചെയ്ത് ഓൾ തന്നെ പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായി നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ സ്വീറ്റ് ഉണ്ടാക്കുന്നത് ഞാൻ ഈ ബ്രെഡ് വെച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്വീറ്റാണ്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ 4 വശത്ത് അരികൊന്ന് കളഞ്ഞെടുക്കാം. ബ്രൗൺ ഭാഗം നമുക്ക് വേണ്ട ആവശ്യമില്ല. നമ്മളിത് നേരിട്ട് ഫ്രൈ ചെയ്യാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ആ ബ്രൗൺ ഭാഗം ഇട്ടാൽ 4 ഭാഗം കരിഞ്ഞ പോലെ തോന്നും. അതുകൊണ്ടാണ് നല്ലൊരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് 4 ഭാഗത്തെ ആ ബ്രൗൺ സൈഡ് മാറ്റുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കി മാറ്റാം. പിന്നെ ഇതിൻ്റെ നമ്മൾ സാൻഡ്വിച്ച് ചെയ്യുന്ന രൂപത്തിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. നടുകിലായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 4ആയിട്ട് കട്ട് ചെയ്യാം, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. എന്തായാലും ഒരേ ടേസ്റ്റിന് നിൽക്കും, ഷേപ്പൊന്നും മാറുന്നേ. ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് വരാം. എണ്ണ ഒന്ന് നന്നായി ചൂടായതിനു ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകുള്ളൂ. കരിഞ്ഞു പോകാൻ പാടില്ല. ഒരു കുറച്ച് ബ്രൗൺ കളറായി കിട്ടണം, അതുകൊണ്ടാണ്. പിന്നെ ഇത് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റ്. നമ്മൾ റസ്ക് കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ കൂടെ ഷുഗർ സിറപ്പ് കൂടെ കൂടിയാലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിടാം, കാരണം ഓവറായിട്ട് കളർ മാറിയാൽ കരിഞ്ഞ ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ടാണ്. ഇപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നിങ്ങൾ ഇത് അടുപ്പത്തിട്ടിട്ട് എവിടേക്കും പോകരുത്, അവിടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ ഒന്ന് എണ്ണയിൽ നിന്ന് കോരിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഷുഗർ സിറപ്പ് തയ്യാറാക്കണം. അതിലേക്ക് 3/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ മെഷറിംഗ് കപ്പിൻ്റെ സെയിം അളവുള്ള കപ്പ് തന്നെയാണിത്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അലിയിച്ചെടുക്കാം. ഒന്ന് അലിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ഏലക്ക ഇട്ടെടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഏലക്ക ഇടുന്നത്. പൊടി ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പാറി കളിക്കുള്ളൂ. ഇതാണെങ്കിൽ നമുക്ക് അതിന് ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും, നമുക്ക് പിന്നീട് മാറ്റുകയും ചെയ്യാം. മറ്റേത് നമുക്ക് അരിക്കേണ്ടി വരും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് അതിൽ പൊടി ഉള്ളച്ചെങ്കിൽ അത് ചേർത്താൽ മതി. ഒന്ന് അരിച്ചിട്ട് മതി നമ്മൾ ബ്രെഡ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1 സ്ട്രിങ് ആവുന്നത് വരെ നമുക്കൊന്ന് ഇത് തിളപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഒരു നൂൽ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഇട്ട ഏലക്കല്ലേ, അതൊന്ന് മാറ്റി കൊടുക്കാം. വേണമെങ്കിൽ മാറ്റിയാൽ മതി. എന്ന് ചെറുതായി ഒന്ന് ചൂടാറിയ ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ ബ്രെഡ് ഒന്ന് ചേർത്ത് കൊടുക്കാം. വലിയ ചൂടാറണ്ട, നമുക്ക് ബ്രെഡിൽ ഷുഗർ സിറപ്പൊക്കെ നന്നായി പിടിക്കാനുള്ളതാണ്. ഒരു മിനിറ്റോളം നമുക്കിതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി, കാരണം പെട്ടെന്ന് തന്നെ ഷുഗർ സിറപ്പ് ഇതിലേക്ക് വേവിച്ചെടുത്തോളും. പിന്നെ ഓവറായിട്ട് നല്ല പോലെ സോഫ്റ്റ് ആകണ്ട, കാരണം കുറച്ച് ഉള്ളിൽ ക്രിസ്പി ആയിട്ടും പുറത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കൺസിസ്റ്റൻസി നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ 1 മിനിറ്റ് ഒരു 30 സെക്കൻഡ് ഇട്ട് കൊടുത്താൽ മതി. നല്ല ചൂടാകുന്നത് കാരണം. ചൂടാറിയിട്ടുണ്ടെങ്കിൽ 1 മിനിറ്റോളം ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ തിരിച്ചു മറിച്ചും ഇട്ടെടുത്തിട്ട് ഒന്ന് കോരിയെടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് ബ്രെഡിൻ്റെ കുറച്ച് പൊടി മേടിയിട്ടുണ്ട്. നല്ലൊരു കാണാനൊരു ഭംഗിക്കും നമ്മുടെ തമ്പനയിൽ ഫോട്ടോയ്ക്കും വേണ്ടിയിട്ടാണ്. നല്ല ക്രിസ്പിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.